ഹിന്ദിയിൽ കത്തെഴുതിയ മുഖ്യമന്ത്രിമാർക്ക് മലയാളത്തിൽ മറുപടി അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇ.കെ. നയനാർ. അന്നതൊരു സമരവും പ്രതിഷേധവും കൂടിയായിരുന്നു. ഹിന്ദിയോടുള്ള വിരോധമല്ല ആ നടപടിയിലൂടെ അന്ന് നയനാർ ഉദ്ദേശിച്ചത്. ഹിന്ദിയുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് ഇവിടെയുള്ളവർ എന്നറിയിക്കുക കൂടിയായിരുന്നു. തമിഴും കന്നഡയും തെലുങ്കും മലയാളവും ഒക്കെ ഒന്നാം ഔദ്യോഗിക ഭാഷ, ഇംഗ്ലീഷ് രണ്ടാം ഔദ്യോഗിക ഭാഷ. അങ്ങനെയാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പറയുകയും എഴുതുകയും ചെയ്യുന്നവരെ നാണം കെടുത്താൻ തുടങ്ങിയാൽ പിന്നെന്താകും സ്ഥിതി? ഹിന്ദി പഠിക്കുന്നവർക്ക് മാത്രമേ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയൂ എന്നാണോ? ഹിന്ദി അറിയാത്തവർക്ക് മാനം പോകുമെന്നാണോ? ഭാഷാവാദമൊക്കെ കൊള്ളാം, പക്ഷേ തീവ്രവാദമാകരുത്. മതമൗലികവാദവും ഭാഷാ മൗലികവാദവുമാണ് ഏറ്റവും അപകടം പിടിച്ച ഉപകരണങ്ങൾ. ഇത് മാത്രമല്ല, മൂന്നാമതൊന്നുകൂടിയുണ്ട്. അത് ഭക്ഷണ മൗലികവാദമാണ്. ബാൽ താക്കറെ മറാത്ത വാദം തുടങ്ങിയത് മദിരാശി ഭാഷ പറയുന്നവർക്കെതിരെയായിരുന്നു. ഈ മദിരാശി ഭാഷ എന്നാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ തമിഴ് മാത്രമല്ല, മലയാളവും കന്നഡയും തെലുങ്കും ഒക്കെ ചേർന്നതാണ്. ശിവസേന എന്നൊരു പ്രസ്ഥാനം രൂപപ്പെട്ട് വന്നതും അങ്ങനെയാണ്. ഇഡലി വാരി റോഡിലിട്ടും സാമ്പാർ തലയിൽ ഒഴിച്ചുമൊക്കെയാണ് അന്ന് തെക്കേ ഇന്ത്യക്കാരെ താക്കറെ സംഘം അപമാനിച്ചത്. ഇംഗ്ലീഷ് പറയുന്നവരുടെ തലയിൽ ഇനി ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും ഒഴിച്ചാണോ നാണം കെടുത്താനുള്ള നീക്കം?